നബി പറയാം, അല്ലാഹുവിന്റെ വജ്ഹ് കാണുന്നതോടുകൂടെ സ്വർഗവും സ്വർഗത്തിന്റെ രസദായകമായ ആസ്വാദ വിഭവങ്ങൾ അടങ്കലും അവരും മറന്നുപോകും. സ്വർഗവാസികൾക്ക് മറവിയില്ല, പക്ഷേ റബ്ബിനെ കണ്ടു മറന്നു. സ്വർഗവാസികൾ ഉറങ്ങുകയില്ലല്ലോ. ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ട്? ഉറക്കം മരണത്തിന്റെ സഹോദരനല്ലോ എന്ന് പുണ്യ റസൂൽ. സ്വർഗവാസികൾ ഉറങ്ങുകയില്ല. എന്തുകൊണ്ട്? ഈ നൗമിന് തൊട്ടടുത്ത് പറഞ്ഞതാണ് എന്റെ മറവി. മറവിയുമില്ല, ഉറക്കവുമില്ല. അതാണ് ഒരർത്ഥം. മറക്കൂല അവര്. പക്ഷേ അള്ളാഹിനെ കാണുമ്പോൾ അവർ സ്വർഗത്തെ മറന്നു, ഓക്കെ മറന്നു. പിന്നെ അവർക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അത് കിട്ടണമെങ്കിൽ കയ്യൂമിലേക്ക് കയറിക്കോ. എങ്ങനെ കയറാം? ഞാൻ ഹയ്യല്ല, ഹയ്യ അവൻ മാത്രമാണ്. ഞാൻ കയ്യൂമല്ല, കയ്യൂമോ അവൻ മാത്രമാണ്. എൻ്റെ കാര്യം ഞാൻ നടത്തല്ല, എൻ്റെ കാര്യം ലീഗേര് നടത്തി തരല്ല, എൻ്റെ കാര്യം കോൺഗ്രസ്സുകാർ നടത്തി തരല്ല, എൻ്റെ കാര്യം കുഞ്ഞാലിക്കുട്ടി നടത്തി തരല്ല, എൻ്റെ കാര്യം മറ്റേ സതീശൻ നടത്തി തരല്ല, എൻ്റെ കാര്യം പിണറായി വിജയൻ നടത്തി തരല്ല. അതൊക്കെ ആണെന്ന് വിചാരിച്ചാൽ മുഅ്മിനാവില്ല, നിസ്കാരക്കാരനാവും, പള്ളി പ്രസിഡൻ്റാവും. പള്ളിക്ക് പിന്നെ അന്നെ പോലത്തെ പൊട്ടാത്ത ആമകളെ കിട്ടിയ നല്ലതാ. എങ്ങനെ എറിഞ്ഞാലും തോട് പൊട്ടാത്ത എന്നെ പോലത്തെ ആമനെ പള്ളി കമ്മിറ്റി കിട്ടിയാൽ നല്ലതാണ്. എനിക്ക് പള്ളി പ്രസിഡൻ്റ് ആകാം, മുഅ്മിനാകാൻ പറ്റും. എൻ്റെ കാര്യം നടത്തി തരുന്നത് ലീഗേരാണെന്ന് വിചാരിച്ചാൽ മുഅ്മിനാവില്ല. എൻ്റെ കാര്യം നടത്തി തരുന്നത് കോൺഗ്രസ്സാന്ന് വിചാരിച്ചാൽ ഞാൻ ഒപ്പിച്ച് പറയട്ടെ, ഇനി എല്ലാവരും ഞാൻ പോലെ മാത്രം പറഞ്ഞു എന്ന് വേണ്ട, കോൺഗ്രസ്സുകാരാന്ന് വിചാരിച്ചാൽ മുഅ്മിനാവില്ല. എൻ്റെ കാര്യം നടത്തി തരുന്നത് സമസ്ത ഉണ്ടായിട്ടാണ്, SKSF ഉണ്ടായിട്ടാണ്, മറ്റേ SSF ഉണ്ടായിട്ടാണ്, പഴയ SK അല്ലാത്ത SSF ഓരുണ്ടായിട്ടാണ് എന്ന് വിചാരിച്ചാൽ മുഅ്മിനാവില്ല. എൻ്റെ കാര്യം നടത്തി റബ്ബാണ് വിചാരിച്ചാൽ മുഅ്മിനാവും. അതാണ് ഹയ്യുൻ ഖയ്യൂം. ഹയ്യുൻ ഖയ്യൂം. ഹയ്യുൻ, എനിക്കൊന്നുമില്ല, എനിക്ക് ജീവനുമില്ല. ലാ ഹയാത ഇല്ലാ ബി ഇറാദതിഹി. എനിക്ക് വുജൂദില്ല, ജൂദുഹു വുജൂദി. അവൻ്റെ ജൂദാണ് എൻ്റെ വുജൂദ്. ജൂദിലൊരു വാവ് കയറ്റിയ വുജൂദായി. മനസ്സിലായില്ല? അവൻ്റെ ജൂദാണ് എൻ്റെ വുജൂദ്. ജൂദെന്നാൽ ധർമ്മം, വുജൂദെന്നാൽ ഉണ്ടാകൽ, ഉണ്മ. എനിക്ക് വുജൂദുമില്ല, അവൻ്റെ ജൂദാണ് എൻ്റെ വുജൂദ്. എനിക്ക് ഖിയാമില്ല, ഖിവാമില്ല, ഒന്നുമില്ല. അവനാണ്, അവന്റെ ഖിയാമാണ്, അവൻ ഖയ്യൂമാണ്. എന്താ ഖയ്യൂം? നടത്തിത്തരുന്നവൻ, നടക്കേണ്ട നേരത്ത് നടത്തിത്തരുന്നവൻ. മുത്തനബി കാണുന്നിട്ടില്ല, പിന്നെന്താ നിനക്കിടക്കണം? സഉഖ്ബിറുക്കും വദൻ. 3 ചോദ്യം ചോദിച്ചപ്പോൾ മുത്തനബി എന്ത് പറഞ്ഞു? സഉഖ്ബിറുക്കും വദൻ, നാളെ പറഞ്ഞുതരാം. നാളെ അള്ളാഹിന്റെ മശിയത്തുണ്ടായില്ല, പിറ്റേന്നോ അള്ളാഹിന്റെ മശിയത്തുണ്ടായില്ല, പിറ്റേന്നോ മശിയത്തുണ്ടായില്ല. മുശ്രിക്കുകൾ തുള്ളിച്ചാടി, മുഹമ്മദിന്റെ അടുക്കൽ ഒരു ശൈത്താൻ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ ശൈത്താനും മുഹമ്മദിനെ ഒഴിവാക്കി. ഇന്ന ശൈത്വാന മുഹമ്മദിൻ ഹജറഹു, ഇതാണ് അവർ പറഞ്ഞ വാക്ക്. ഇന്ന ശൈത്വാന മുഹമ്മദിൻ ഹജറഹു. മുഹമ്മദ് ഒരു ശൈത്താൻ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ആ ശൈത്താൻ ഒഴിവാക്കി. ഇല്ലെങ്കിൽ ഇപ്പം നാളെ പറഞ്ഞുതരാൻ ദിവസത്തിലായി മക്കാടിങ്ങൾ തുള്ളിച്ചാടുക, സ്വഹാബികൾ മുഖം തൂക്കി നടത്തുക, മാന കെട്ടിടക്കുക. നിങ്ങൾക്ക് നടക്കൂല. ആര് വിചാരിക്കണം? മുത്തനബിനെ വിചാരിച്ചില്ല. മുത്തനബി വഷളാവുന്ന അള്ളാഹു വിചാരിച്ചൂടെ? അങ്ങനെ വിചാരിച്ചൂടെ? മുത്തനബി അല്ലേ? മുത്തനബി പിറ്റേന്ന് ജിബ്രീലിനെ പറഞ്ഞയച്ചു. എന്ത് പറഞ്ഞു?
ആചാര്യ വർത്താനി പറയുന്നത്. ഇത് വന്ന് എന്ത് അങ്ങനെ പറഞ്ഞു? ഞങ്ങളെ വഷളാക്കിയ പിന്നെ എന്താ ഈ ലോകത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ നിങ്ങളാണ്. നിങ്ങളിൽ നിന്നാണ് ലോകമൊക്കെ ഉണ്ടായത്. പിന്നെ നിങ്ങളും കൂടി വഷളായ പിന്നെ കണക്കില്ലല്ലോ. അതുകൊണ്ട് പറയാം, എന്ത് അങ്ങനെ പറഞ്ഞു? ആ വാക്ക് വഷളായല്ലോ. ആര് പറഞ്ഞോളെ? എങ്ങായി മുത്തനബിയും സാഹബത്തും. ഇവര് ഒന്നില്ല, ദിവസങ്ങളൊന്നില്ല, പിന്നെ ഒന്നു. അപ്പോൾ വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ യശാ അല്ലാഹ്. ഇനി അല്ലാഹുവിന്റെ മശിയത്തിൽ കൂട്ടിക്കെട്ടിയിട്ടല്ലാതെ വർത്താനം പറയരുത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ജിബ്രീൽ വന്നപ്പോൾ പറഞ്ഞതാ. വലാ തഖൂലന്ന, എന്താർത്ഥം? ഒരിക്കലും, തീർച്ചയായും. അല്ലേ, ഇതാ പഠിക്കണം വലിയ കുട്ടികൾ പറയടാർത്ഥം. ഇത് അഞ്ചാനോദന കാലത്ത് പഠിച്ചിട്ടില്ലേ? വലാ തഖൂലന്ന ലിശൈഇൻ, ഒരു കാര്യത്തെക്കുറിച്ചും ഒരിക്കലും തീർച്ചയായും പറഞ്ഞേ പോകരുത്. ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ, നാളെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു പോകരുത്. ഇല്ലാ യശാ അല്ലാഹ്, അല്ലാഹുവിന്റെ മശിയത്തിൽ കൂട്ടിക്കെട്ടിയിട്ടല്ലാതെ. ആരോട് അത് പറഞ്ഞത്? മുത്തനബി. പിന്നെ ഇയ്യാരടാ, ഞാനാരടാ, മൂല്യരാരടാ, തങ്ങളാരടാ? നിനക്കോളം വലിയ തങ്ങൾ വല്യങ്ങൾ പാപ്പാനോടായി പറഞ്ഞു. ഇവിടെ ഒരാൾ ഒന്നുമല്ല. ആരാണ് ആൾ? അല്ലാഹു. അവനാണ് ഹയ്യ്, അവനാണ് ഖയ്യൂം. അതെൻ്റെ മനസ്സിൽ ഉറപ്പിച്ചോ, എന്നിട്ട് ചൊല്ലിക്കോ. മറ്റത് എനിക്ക് ദിക്റാണ്. കഴിഞ്ഞ് പോരുമ്പോൾ ഞങ്ങൾ യാ ഹയ്യു യാ ഖയ്യൂം 70,000 നേർച്ചയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പം അവല് വായിച്ചതും ചായയും കിട്ടും ആദ്യം. പിന്നെ ഞങ്ങൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹയ്യൊക്കെ ചെല്ലും. കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? മന്തി കിട്ടും, എല്ലാ കുന്തിയും കിട്ടും, പിന്നെ ഒരു കവറും കിട്ടും. പക്ഷെ കബറിന് സുഖം ഉണ്ടാവില്ല. കബറിന് സുഖം ഉണ്ടാവില്ല. കവറും കിട്ടും. കബറാണ് കുഴപ്പമുണ്ടാകുക. ആദ്യം ജായും കയ്യുമൊന്നും ചെല്ലണ്ടെങ്കിൽ എൻ്റെ കൽബിൽ ആരെന്നറിയാം. അവനാണ് ഹയ്യ്, ഞാൻ ഹയ്യല്ല. അവനാണ് ഖയ്യൂം, ഞാൻ ഖയ്യൂമും അല്ല. വെച്ചുണ്ടാക്കി തിന്നാൻ കഴിയോ? എന്തേ അള്ളാഹു വിചാരിച്ചു